സഖ്യ യോഗത്തിൽ പ്രതിഷേധമറിയിച്ച് ഇടത് പ്രതിനിധികൾ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ ബി.ജെ.പി. CPM ഡീൽ ആരോപണത്തിനെതിരെയാണ് പ്രതിഷേധം. ജോൺ ബ്രിട്ടാസ്, പി സന്തോഷ് കുമാർ എന്നിവർ യോഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ഏറെക്കാലമായി കേരളത്തിൽ UDF BJP ഡീൽ CPM ആരോപിക്കുന്നുവെന്നും ഇതിനുള്ള പ്രത്യാരോപണമാണ് നടത്തിയതെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. യോഗത്തിൽ 25 പാർട്ടികൾ പങ്കെടുത്തു എന്ന് മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചു. വോട്ട് മോഷണം ആരോപിച്ച് ചീഫ് ജസ്റ്റിസിന് SIR വിഷയത്തിൽ ഇന്ത്യ മുന്നണി കത്തയക്കുമെന്ന് മല്ലികാർജുൻ ഖാർഗെ യോഗത്തിന് ശേഷം അറിയിച്ചു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, ഇന്നത്തെ യോഗം നിർണായകമായിരുന്നു. പല തരത്തിൽ വിഘടിച്ച് പോവുകയാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ എന്നൊക്കെയുള്ള ഒരു പ്രതീതി നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നത്തെ യോഗം. അതിനിടയിൽ തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരാതികളൊക്കെയും ഉണ്ടായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്? ശ്രീജ, ഇന്ത്യ മുന്നണി യോഗം വളരെ കാലത്തിന് ശേഷം ചേരുകയാണ്. മാത്രവുമല്ല, ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചേരുന്ന യോഗത്തിൽ കഴിഞ്ഞ തവണയുണ്ടായിരുന്നതിൽ DMK ഇത്തവണ ഈ യോഗത്തിൽ പങ്കെടുക്കാത്തൊരു സാഹചര്യമുണ്ട്. DMK തിരികെ കൊണ്ടുവരണമെന്ന് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി തന്നെ പറയുകയും ഇനിയുള്ള ഭാവി നീക്കങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ ഈ DMK തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് MK സ്റ്റാലിനുമായി ചർച്ച നടത്താൻ നിയോഗിക്കുന്നത് അടക്കമുള്ള നീക്കങ്ങൾക്കാണ് ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗം ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ പശ്ചിമ ബംഗാളിലെ സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ടായിരുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പരാജയം, അതിന് കാരണം വോട്ട് മോഷണമാണ് എന്ന ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ മുന്നണി. ഇക്കാര്യം ഉയർത്തിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് കത്തെഴുതാനും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിൽക്കാനുമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ഒരു ചേരിയിലും കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ളവർ എതിർചേരിയിലുമായ ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് മറ്റുള്ള പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം മുന്നോട്ട് നീക്കാനാണ് ഇനി പോകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം തന്നെ കേരളത്തിലെ CPM BJP ഡീല് ഇന്ന് നടന്ന ഈ ഇന്ത്യ സഖ്യ യോഗത്തിൽ വലിയ ചർച്ചാ വിഷയമായി എന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന ഇടത് നേതാക്കൾ, ഈ യോഗത്തിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ പി സന്തോഷ് കുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിലെ പോരാട്ടം CPM-ഉം അതോടൊപ്പം തന്നെ UDF-ഉം തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ചതിന് പ്രത്യാരോപണം ഉന്നയിക്കാനും തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുമുള്ള ഒരു ധാർമ്മികമായ കടമ അത് ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യാരോപണം ഉന്നയിച്ചത് എന്ന ഉൾപ്പെടെയുള്ള വിശദീകരണം കോൺഗ്രസ് ഇന്ന് ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും പ്രാദേശിക വിഷയങ്ങളെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാക്കി അല്ലെങ്കിൽ പാർട്ടികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്ന നിലപാടാണ് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി എടുത്തത്. 5 തീരുമാനങ്ങളാണ് പൊതുവായി എടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ 5 തീരുമാനങ്ങളുടെ ഭാഗമായി ചീഫ് ജസ്റ്റിസിന് കത്തയക്കും. കൂടാതെ 2 മാസത്തിൽ ഒരിക്കൽ ഇന്ത്യ മുന്നണി യോഗം ചേരും. അടുത്ത യോഗം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8-ാം തീയതി ഹൈദരാബാദിൽ വെച്ചാണ് ചേരുക എന്നും ഇന്നിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വർഷകാല സമ്മേളനം പാർലമെന്റിന്റേത് ആരംഭിക്കാനിരിക്കുമ്പോൾ എന്നും എല്ലാ തവണയും നടക്കാറുള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും ഈ വർഷകാല സമ്മേളന കാലയളവിൽ ഇന്ത്യ മുന്നണി യോഗം ചേരും. പ്രതിപക്ഷ നേതാവിന്റെ ചേംബറിലായിരിക്കും ആ യോഗവും ചേരുക എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്.